യഥാർത്ഥത്തിൽ തിരുവനന്തപുരം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടെമ്പിൾ സിറ്റി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചുറ്റും വളർന്നൊരു പട്ടണമാണ് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന സ്ഥലം. അതായത് ഒരു പരക്കെയുള്ള ആരോപണങ്ങളും അഭ്യൂഹങ്ങളും ഒക്കെയാണ് ആ സ്ഥലം പത്മനാഭസ്വാമി ക്ഷേത്രം വക ആയിരുന്നുവെന്നും അതുപോലെ തന്നെ രാജകുടുംബം കൊടുത്ത സ്ഥലമാണ്, അങ്ങനെ പല അഭ്യൂഹങ്ങളും ഉണ്ട്. ഇന്നത്തെ സെക്രട്ടേറിയറ്റിന്റെ കിഴക്ക് ഭാഗത്ത് ഏകദേശം ഒരു 100-150 മീറ്റർ മാറി ഒരു വയൽ പ്രദേശമുണ്ട്. ആ വയൽ പ്രദേശത്തിന്റെ പേര് പുത്തരിക്കണ്ടമാണ്. പുത്തരിക്കണ്ടം എന്ന് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുൻവശത്ത് കിടക്കുന്ന മൈതാനമല്ലേ, പിന്നെ എങ്ങനെ പുത്തരിക്കണ്ടം രണ്ടുണ്ട്. തിരുവിതാംകൂർ മാത്രമല്ല, കേരളമാകെ തന്നെ ഭരിച്ചിരുന്ന എല്ലാ ആളുകളും ബ്രാഹ്മണ്യത്തിന് കീഴടങ്ങി ഭരിച്ച ഭരണാധികാരികൾ. അതുകൊണ്ട് തന്നെ ക്ഷേത്ര ഉടമസ്ഥരായ ഭരണാധികാരികളുടെ അനുവാദമില്ലാതെ ഈ സ്ഥലം എടുക്കാനും പറ്റില്ല. നമ്മുടെ നവോത്ഥാന നായകനായ ചട്ടമ്പിസ്വാമികൾ ഇവിടുത്തെ ഒരു ചുമട്ടുതൊഴിലാളിയായി. ഈ ഇഷ്ടിക ചുവന്ന് മുകളിലെത്തിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പേര് അയ്യപ്പനാണ്. തിരുവനന്തപുരം പട്ടണം പ്രതിമകളുടെ നഗരമാണ്. 200ഓളം പ്രതിമകൾ പലയിടത്തായിട്ടുണ്ട്. നമസ്കാരം, നേഷൻ ഫസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് അതിഥി ചരിത്രകാരനും എഴുത്തുകാരനുമായ വെള്ളനാട് രാമചന്ദ്രൻ സാറാണ്. നമസ്കാരം. നമസ്കാരം. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന സ്ഥലം, അതായത് ഒരു പരക്കെയുള്ള ആരോപണങ്ങളും അഭ്യൂഹങ്ങളും ഒക്കെയാണ് ആ സ്ഥലം ക്ഷേത്രം വകയായിരുന്നു, പത്മനാഭസ്വാമി ക്ഷേത്രം വകയായിരുന്നുവെന്നും അതുപോലെ തന്നെ രാജകുടുംബം കൊടുത്ത സ്ഥലമാണ്, അങ്ങനെ പല അഭ്യൂഹങ്ങളും ഉണ്ട്. ശരിക്കും ഇതിൻ്റെ വാസ്തവം എന്താണ്? അത് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇതൊക്കെ ഒരുപാട് കെട്ടുകഥകൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. അതിൻ്റെ രേഖാസ്പദമായ തെളിവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തിരുവനന്തപുരം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടെമ്പിൾ സിറ്റി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചുറ്റും വളർന്നൊരു പട്ടണമാണ്. 1790 വരെ തിരുവനന്തപുരം പട്ടണം അത്ര വലിയ പ്രാധാന്യമൊന്നുമുള്ള സ്ഥലമൊന്നുമല്ല. തിരുവിതാംകൂറിൻ്റെ അന്നത്തെ തലസ്ഥാനം എന്ന് പറയുന്നത് അന്നത്തെ പത്മനാഭപുരമാണ്, കൽക്കുളം. നൗ ഇറ്റ് ഈസ് കന്യാകുമാരി. 1790 കാർത്തിക തിരുനാളിൻ്റെ, അതായത് നമ്മൾ ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവെന്ന് പറയപ്പെടുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ അനന്തരവൻ്റെ കാലത്താണ് ഇത് തിരുവനന്തപുരത്തേക്ക് തലസ്ഥാനം മാറുന്നത്, അതും ഭാഗികമായി. അപ്പോൾ അത് ആദ്യം പിന്നെ ഒരു പാരമ്പര്യ രീതിയിലുള്ള മാടമ്പി വാഴ്ച തന്നെയായിരുന്നു ഇവിടെ നടന്നിരുന്നത്. 1811 ചില രാഷ്ട്രീയ പ്രശ്നങ്ങളും ചില കരുനീക്കങ്ങളുടെയൊക്കെ ഫലമായിട്ട് ആദ്യമായി ഒരു ഇംഗ്ലീഷുകാരൻ ഇവിടുത്തെ ദിവാനായി വരുന്നു, കേണൽ മൺട്രോ. അപ്പോൾ മൺട്രോ ആണ് ആദ്യമായി സെക്രട്ടേറിയൽ ഭരണരീതി നടപ്പിലാക്കുന്നത്. അതുവരെ സെക്രട്ടേറിയൽ ഭരണരീതി എന്നൊരു രീതി ഇല്ല ഇവിടെ, നമുക്ക് പരിചയമില്ല. അപ്പോൾ മൺട്രോ അത് നടപ്പിലാക്കിയെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രൈമറി സ്റ്റേജിലായിരുന്നു. ഇതിനെ വ്യാപകമായി ഇതിനെ വിസ്തൃതമാക്കിയത് 1758 ദിവാനായി വന്ന സർ ടി മാധവറാവു ആണ്. അദ്ദേഹത്തിൻ്റെ പ്രതിമയാണ് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. മാധവറാവു വരുമ്പോൾ സെക്രട്ടേറിയറ്റ് അപ്പോൾ കൊട്ടാരത്തിനോട് ചേർന്നൊക്കെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള കൊട്ടാര സമുച്ചയത്തിനകത്തായിരുന്നു സെക്രട്ടേറിയറ്റൊക്കെ. അപ്പോൾ 2-3 പ്രശ്നങ്ങളുണ്ട് അവിടെ സെക്രട്ടേറിയറ്റ് അവിടെ പ്രവർത്തിക്കുന്നത്. ഒന്ന്, അവർണരായ ആളുകൾക്ക് അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിനകത്ത് പ്രവേശനമില്ല. അപ്പോൾ സെക്രട്ടേറിയറ്റിൽ സാധാരണക്കാരുമായി ബന്ധമില്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ നഗരം വികസിക്കുകയും ജനങ്ങൾ പെരുകുകയും ചെയ്യുന്നതനുസരിച്ച് പ്രശ്നങ്ങൾ കൂടും. പ്രശ്നങ്ങൾ കൂടുന്നതനുസരിച്ച് ഭരണ സംവിധാനവും വിസ്തൃതമാകും. ആ വിസ്തൃതമായ ഭരണ സംവിധാനം ഉൾക്കൊള്ളാൻ പറ്റിയ സ്ഥല സൗകര്യം അവിടെ ഇല്ലാതെ വന്നപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ടി മാധവറാവു എന്ന 1758 തഞ്ചാവൂരുകാരനായ അദ്ദേഹം ഇവിടെ ദിവാനായി വരികയും പുതിയൊരു സെക്രട്ടേറിയറ്റ് സമുച്ചയത്തിനെ കുറിച്ച് ആലോചിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇറ്റ്സ് എ ടെമ്പിൾ സിറ്റി. അപ്പോൾ ടെമ്പിൾ സിറ്റി ഈ ഭാഗം ഇന്ന് സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന ഭാഗമൊക്കെ സ്വകാര്യ വസ്തുക്കളായിരുന്നു. സ്വകാര്യ ഇങ്ങോട്ട് കൊട്ടാരങ്ങളുമില്ല. കവടിയാർ കൊട്ടാരം ബാക്കിയുള്ളതൊക്കെ വളരെ പിന്നീട് വന്നതാണ്, എന്നൊന്നും വലിയ പഴക്കമൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം ഈ സ്ഥലം കണ്ടെത്തി. അന്ന് ആ സ്ഥലത്ത് താമസിച്ചിരുന്ന 2 കുടുംബങ്ങളുടെ പേര് കിട്ടിയിരുന്നു. ഒന്നൊരു നമ്പൂരി ഇല്ലമാണ്, മറ്റൊന്ന് ശിവംപിള്ള എന്ന് പറയുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ
വിളക്ക് വയ്ക്കുന്നതിന് എണ്ണ അളന്നു കൊടുക്കുന്ന ഒരാളായിരുന്നു. ഈ രണ്ട് അപ്പോൾ ഇവരെയൊക്കെ അങ്ങ് ഒഴിപ്പിച്ചിട്ട് സ്ഥലം കണ്ടെത്തി. അന്ന് ആ സ്ഥലത്തിൻ്റെ പേര് മാവിൻമൂട് എന്നായി. ഈ മാവിൻമൂട്ടിലേക്കാണ് സെക്രട്ടേറിയറ്റ് പണി ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പം ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് പരിശോധിക്കേണ്ടതുള്ളൂ. ഒന്ന്, ഈ ഊഴിയവേല എന്ന് പറയുന്ന ഒരു സമ്പ്രദായം. ഊഴിയവേല എന്ന് പറഞ്ഞാൽ ദളിതർക്ക് മുകളിലുള്ളവർ, നായർക്ക് താഴെയുള്ളവർ, അതായത് ഈഴവ സമുദായം, ബാലർ, മുക്കുവർ, നാടാർ തുടങ്ങിയ സമൂഹം. ഇവർ ദളിതരല്ല, ദളിതരേക്കാൾ ഉയർന്നവരാണ്. അതേസമയം നായരേക്കാൾ ശൂദ്രരേക്കാൾ താഴ്ന്നവരുമാണ്. ഇവരടിമകളായിരുന്നില്ല. ഇവരടിമകളെന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു ചരിത്ര വിരുദ്ധമാണ്. ഇവർ ഊഴിയ വേലക്കാരായിരുന്നു. ഊഴിയ വേല എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുമ്പോൾ ഇവർ പണിസ്ഥലത്ത് ചെല്ലണം, പണി ചെയ്യണം, മിനിമം ഭക്ഷണം കിട്ടും, വൈകുന്നേരം വീട്ടിൽ പോകണം, അസ്തമിക്കുമ്പോൾ ചെയ്യും. അപ്പോൾ കണ്ണ് കാണാറാവുന്ന പണി തുടങ്ങണം, കണ്ണ് കണ്ടുകൂടാതാകുമ്പോൾ പണി നിർത്തണം, അതിനിടയ്ക്ക് ഭക്ഷണം. ഇതായി കൂലിയില്ല വേല, അതാണ് ഊഴിയം. അപ്പം ഇതിനെതിരെ പിന്നെ പലയിടത്തുനിന്നും പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു. അത് മിഷണറിമാരുടെയൊക്കെ ഒരു ഇടപെടലൊക്കെ ഉണ്ട്. അങ്ങനെ ഏതാണ്ട് 1860 നമ്മൾ സ്വാതി തിരുനാളിൻ്റെ അനുജൻ ഉത്രം തിരുനാളിൻ്റെ കാലത്തോടു കൂടി ഇത് അവസാനിക്കുന്നു. ഊഴിയം അവസാനിച്ചതിന് ശേഷം PWD ഡിപ്പാർട്ട്മെൻറ്റ് മരാമത്ത് വകുപ്പ് ആരംഭിക്കുന്നു. മരാമത്തിൻ്റെ ആദ്യത്തെ എഞ്ചിനീയറായി പോസ്റ്റ് ചെയ്യുന്നത് ബാർട്ടൺ ഹില്ലിപ്പോഴും തിരുവനന്തപുരത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്മാരകമായി. ബാർട്ടൺ എന്ന് പറയുന്ന എഞ്ചിനീയറെ പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ സെക്രട്ടേറിയറ്റിന് സ്ഥലം കണ്ടെത്തിയതിന് ശേഷം ബാർട്ടനെ ഇതിൻ്റെ പ്ലാൻ വരയ്ക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും ഇതിൻ്റെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനും വേണ്ടി ദിവാൻ ചുമതലയേൽപ്പിക്കുന്നു. അങ്ങനെ ബാർട്ടൺ വന്നു. ഏതാണ്ട് ഗോഥിക് ശില്പവിദ്യയിൽ ഏതാണ്ട് ഡച്ച് മാതൃകയുടെയൊക്കെ സ്വാധീനം അതിനകത്തുണ്ട്. ഒരു മൾട്ടി കൾച്ചർ അതിനകത്തുണ്ട്. ഗോഥിക് ശില്പവിദ്യയുടെ സ്വഭാവമുണ്ട്, ഡച്ച് മാതൃകയുണ്ട്, അതേസമയം ഏതാണ്ട് നമ്മുടെ കേരളീയ ശില്പവിദ്യയുടെ ചില സ്വഭാവം എല്ലാം കൂടെ ചേർന്ന് അദ്ദേഹം ഒരു പ്ലാൻ തയ്യാറാക്കി. അപ്പോൾ ഇതിനകത്ത് വരുന്നൊരു പ്രശ്നം, അന്ന് റോഡില്ല. അപ്പോൾ റോഡൊക്കെ വെട്ടണം. റോഡ് വെട്ടിയാൽ മാത്രം പോരാ, വാഹനമില്ല. നമ്മളൊക്കെ ധരിക്കുന്നത് അന്ന് ഈ പറഞ്ഞതുപോലെ ഈ കരിങ്കല്ലൊക്കെ എങ്ങനെ കൊണ്ടുവരും? അപ്പോൾ അതിനു വേണ്ടി റോഡ് വെട്ടി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അങ്ങോട്ടുള്ള വീതിയുള്ള റോഡെന്ന് നടവഴി ഉണ്ടായിരുന്നുള്ള റോഡ് വെട്ടി കാളവണ്ടിയിൽ കരിങ്കല്ലെത്തിച്ചു. പക്ഷെ കരിങ്കല്ല് പരിമിതമായിട്ട് ഫൗണ്ടേഷൻ മാത്രം മതിയല്ലോ. പക്ഷേ ഇത്രയും ഉയരമുള്ള കെട്ടിടം എങ്ങനെ കെട്ടി ഉയർത്തും? 2 നിലയിൽ ഇഷ്ടികമായിട്ട് എവിടുന്ന്? ഇതൊരു വലിയ പ്രശ്നമായി. അന്നാണ് പുതിയ ഇഷ്ടിക നിർമ്മാണത്തിനെ കുറിച്ച് ആലോചിച്ചത്. അന്നാണ് ഈ ഇന്നത്തെ സെക്രട്ടേറിയറ്റിൻ്റെ കിഴക്ക് ഭാഗത്ത് ഏകദേശം ഒരു 100-150 മീറ്റർ മാറി ഒരു വയൽ പ്രദേശമുണ്ട്. ആ വയൽ പ്രദേശത്തിൻ്റെ പേര് പുത്തരിക്കണ്ടമെന്നാണ്. ഇപ്പം ഇവിടെ ഒരു പ്രശ്നം ഉദിക്കും. പുത്തരിക്കണ്ടം എന്ന് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് കിടക്കുന്ന മൈതാനമല്ലേ, പിന്നെ എങ്ങനെ പുത്തരിക്കണ്ടം 2 ഉണ്ട്. ഒന്ന്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ദേവന് പുത്തരി ഉണ്ണാനുള്ള സ്ഥലം എന്നുള്ള നിലയ്ക്ക് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന നിലം. ഏതാണ്ട് 1905-6-7 കാലഘട്ടത്തിനാണ് അത് പൂർണ്ണമായി നൽകുന്നത്. ഇപ്പോൾ അതിനകത്ത് നയനാർ പാർക്കുണ്ട്, മഹാത്മാഗാന്ധി പാർക്കുണ്ട്, പെട്രോൾ പമ്പുണ്ട്, സിറ്റി ബസ് സ്റ്റാൻഡുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വലിയ മൈതാനമുണ്ട്, പുത്തരിക്കണ്ടം മൈതാനം. അതോടൊപ്പം തന്നെ നിലങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട്. അവിടെ നിലമുണ്ട്. ശ്രീപത്മനാഭന് പുത്തരി ഉണ്ണാൻ വേണ്ടി മാത്രം ഒരു പേരിനൊരു കണ്ടം സംരക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു പുത്തരിക്കണ്ടം. ഈ പുത്തരിക്കണ്ടത്തിലെ പുത്തരി ഊണിൻ്റെ ദേവൻ എന്ന് പറയും തൈക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടുന്ന് ഈ വയലിൽ നിന്ന് ഏതാണ്ട് 150 മീറ്റർ കിഴക്ക് മാറി തൈക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. അപ്പോൾ ശ്രീധർമ്മശാസ്താവിന് പുത്തരി ഉണ്ണാൻ വേണ്ടിയാണ് ഈ നില സംരക്ഷിച്ചത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തിരുവിതാംകൂർ മാത്രമല്ല കേരളമാകെ തന്നെ ഭരിച്ചിരുന്ന എല്ലാ ആളുകളും ബ്രാഹ്മണ്യത്തിന് കീഴടങ്ങി ഭരിച്ച ഭരണാധികാരികളായി. അതുകൊണ്ട് തന്നെ ക്ഷേത്ര ഉടമസ്ഥരായ ഭരണാധികാരികളുടെ അനുവാദമില്ലാതെ ഈ സ്ഥലം എടുക്കാനും പറ്റില്ല. അങ്ങനെ ഭരണാധികാരികളുമായി ഊരാളന്മാരായ നമ്പൂതിരിമാരുമായി സംസാരിച്ചതിന് ശേഷം 101 രൂപ പണത്തിന് പാട്ടം രാജാവ് അല്ലെങ്കിൽ രാജാവിൻ്റെ കീഴിലുള്ള ഭരണകൂടം
101 പണം വർഷം തോറും പാട്ടമായി കൊടുത്താൽ ഈ നിലം ഇഷ്ടിക നിർമ്മാണത്തിന് വിട്ടുകൊടുക്കാമെന്നൊരു വ്യവസ്ഥ ഉണ്ടാക്കി. Yeah. അങ്ങനെയാണ് ആ സ്ഥലം ഇഷ്ടിക നിർമ്മാണത്തിന് വിട്ടുകൊടുത്തത്. എഗ്രിമെൻ്റായി. പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നം വന്ന് ഇഷ്ടിക നിർമ്മാണത്തിന് വിദഗ്ധ തൊഴിലാളികളില്ലാതെ വന്നു. ഇവിടെയൊക്കെ വലവച്ചരിച്ചിട്ടും തിരുവനന്തപുരം ചുറ്റും കൊല്ലം ആ ഭാഗത്തെങ്ങും ആളില്ല. അങ്ങനെ വന്നപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണ് ആളെ കൊണ്ടു. തമിഴ്നാട്ടിൽ നിന്ന് 25 കുടുംബങ്ങളാണ് ആദ്യം കൊണ്ടു താമസിപ്പിക്കുന്നത്. ഇത് 1865. അപ്പോൾ ഇവരെ കൊണ്ടുവന്നു, ഇവരിവിടെ പണി തുടങ്ങി, ഇഷ്ടിക നിർമ്മാണമായി. അപ്പോൾ ഇതിൻ്റെ തെളിവ്, അപ്പോൾ ഇത് ചോദിക്കും ഇതൊക്കെ ഊഹം വെച്ച് നിങ്ങൾ തട്ടുന്നതല്ലേ എന്ന് ചോദിക്കാം. ഇതിന് നമുക്ക് അടയാളമായുള്ളത് മുത്താരമ്മൻ കോവിലും മുത്തുമാരിയമ്മൻ കോവിലും അതിനകത്തുണ്ട്, ഇന്ന് ചെങ്കച്ചുളയിലുണ്ട്. അപ്പം ഈ ക്ഷേത്രം സാധാരണ നമ്മുടെ മലയാള ദേവതകളല്ല, ഈ മുത്താരമ്മ എന്നൊക്കെ പറയും, ഒക്കെ തമിഴ് ദേവതകളാണ്. അപ്പോൾ അതുകൊണ്ട് അവർ വരുമ്പോൾ സ്വാഭാവികമായി നമ്മൾ വരുമ്പോൾ നമ്മളെ സ്വന്തം കുടുംബ ദൈവത്തെ കൂടെ കൊണ്ടുപോകുന്ന രീതി പൊതുവെ മലയാളികൾക്കല്ല ലോകമാസകലമുണ്ട്. അങ്ങനെ ആ ക്ഷേത്രം അവിടെ വന്നു. ഈ ഇഷ്ടിക തൊഴിലാളികളൊക്കെ കൂടെ ഇഷ്ടിക അറുത്തു. ഇത് മുഴുവൻ നമ്മുടെ നവോത്ഥാന നായകനായ ചട്ടമ്പിസ്വാമികൾ ഇവിടുത്തെ ഒരു ചുമട്ട് തൊഴിലാളിയായിരുന്നു. ഈ ഇഷ്ടിക ചുമന്ന് മുകളിലെത്തിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പേര് അയ്യപ്പൻ എന്നാണ്. ചട്ടമ്പി എന്നൊന്നുമല്ല. അദ്ദേഹത്തിന് കുഞ്ഞനെന്ന് വീട്ടിൽ വിളിച്ചിരുന്നു. ചട്ടമ്പി എന്ന് പള്ളിക്കൂടത്തെ പേരാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഇട്ട പേര് അയ്യപ്പൻ എന്നാണ്. അദ്ദേഹം ഇത് മുഴുവൻ തലച്ചുമടായി സെക്രട്ടേറിയറ്റിൻ്റെ നടയിലെത്തിച്ചു. അദ്ദേഹം മാത്രമല്ല, കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മാർട്ട്നെസ് ഒക്കെ കണ്ടിട്ട് പിന്നെ സെക്രട്ടേറിയറ്റിനകത്ത് ജോലി കൊടുക്കുകയുണ്ടായി പിന്നീട്. അപ്പോൾ ഇത് കഴിഞ്ഞു സെക്രട്ടേറിയറ്റിൻ്റെ പണി 1869, അതായത് മഹാത്മാഗാന്ധി ജനിച്ച അതേ വർഷമാണ് ഈ സെക്രട്ടേറിയറ്റിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. അന്ന് ഈ 25 കുടുംബമേ ചെങ്കച്ചുളയിലുള്ളൂ. അപ്പോൾ പുത്തരിക്കണ്ടം ചെങ്കച്ചുളയായി മാറി. ചെങ്കച്ചുളയായി മാറി ക്രമേണ കൊണ്ട് നഗരം വളരുന്നതനുസരിച്ച് ആളുകൾ പിന്നെ പുറത്തുനിന്ന് കുടിയേറ്റം കൂടുതലുണ്ടായി. അവർ മുഴുവൻ വന്ന് സർക്കാർ പുറമ്പോക്ക് എന്നുള്ള നിലയ്ക്ക് ഇവിടെ കുടിയേറി. ഇന്ന് ഏതാണ്ട് 10,000-ഓളം ജനങ്ങളുണ്ട്. ആൾ കൂടിയപ്പോൾ സാധാരണ ചെങ്കച്ചുള എന്നുള്ള പേര് എന്തോ മോശമായി അവിടുത്തെ ആളുകൾക്ക് തോന്നി. അവരങ്ങ് പേര് മാറ്റി രാജാജി നഗർ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ കൗതുകകരമായ മറ്റൊരു കാര്യം, സെക്രട്ടേറിയറ്റ് നിർമ്മിച്ചിരിക്കുന്ന മാവിൻ മൂടെന്ന് പറയുന്ന സ്ഥലത്താണ്. സെക്രട്ടേറിയറ്റ് അന്നത്തെ വെളിപ്പേര് ഹജൂർ കച്ചേരി എന്നാണ്. അങ്ങനെ ആ പേര് മാറി 1869 കച്ചേരി നടയായി. കച്ചേരിയുടെ എന്ന് പറയുന്നത് പഴയ റിക്ഷ സ്റ്റാൻഡാണ് അതിൻ്റെ മുൻവശം, റിക്ഷ സ്റ്റാൻഡ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ സെക്രട്ടേറിയറ്റ് വിഭാവനം ചെയ്ത് സെക്രട്ടേറിയൽ ഭരണത്തിനൊക്കെ ശക്തി പകർന്ന സർ ടി രാമറാവു, മാധവറാവുവിൻ്റെ പ്രതിമ നിർമ്മിക്കുന്നതിനെക്കുറിച്ചൊരു ആലോചന. അങ്ങനെ ആ പ്രതിമ ഒരു ഇറ്റാലിയൻ ശില്പിയാണ്, എഡ്വേർഡ് ലാൻഡറി എന്ന് പറയുന്ന. തിരുവനന്തപുരം പട്ടണത്തിൻ്റെ പ്രത്യേകത ഉണ്ടറിയാം, തിരുവനന്തപുരം പട്ടണത്തിൽ പ്രതിമകളുടെ നഗരമാണ്. ഏതാണ്ട് 200ഓളം പ്രതിമകൾ പലയിടത്തായിട്ടുണ്ട്. അപ്പം ഈ ആദ്യം വന്ന പ്രതിമ ഇതാണ്. ഈ പ്രതിമ അനാച്ഛാദനം ചെയ്ത് കേരള കാളിദാസൻ, അറിയോ? കേരള കാളിദാസൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളവർമ്മ ഒലിയോത്തമ്പുരാൻ മയൂര സന്ദേശമൊക്കെ എഴുതിയ അദ്ദേഹമാണ് അത് അനാച്ഛാദനം ചെയ്തത്. അപ്പോൾ അവിടെ കൊത്തി വെച്ചിട്ടുണ്ട് ഇതൊക്കെ. അങ്ങനെ ആ ജംഗ്ഷൻ്റെ പേര് വീണ്ടും മാറി, സ്റ്റാച്യു ജംഗ്ഷൻ എന്നായി. സ്റ്റാച്യു ജംഗ്ഷൻ വീണ്ടും മാറി. ഇന്ന് ആരും സ്റ്റാച്യു ജംഗ്ഷൻ എന്ന് പറയാറില്ല, സ്റ്റാച്യു. അങ്ങനെ ചുരുക്കി. അത് മാത്രമല്ല, മറ്റൊന്നുകൂടെ പറയാനുള്ള, ഈ സ്റ്റാച്യുവിൽ നിന്ന് നമ്മൾ നോക്കണം, അവിടെ നല്ല തിക്കിലി പോപ്പുലേറ്റ് ഏരിയയാണ്, കണ്ടമാനം കടകൾ. ഈ കടകളുടെ പേരും എല്ലാം ഇംഗ്ലീഷിലാണ് എഴുതി വെച്ചത്. കേരളമാണെന്ന് തോന്നുന്നില്ല, നമ്മൾ അമേരിക്കൻ ജംഗ്ഷനിൽ നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും. അതുകൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്.